ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുന്ന സ്ഥലം എന്താ ഇവിടെ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാൽ അയ്യോ ഇങ്ങനെ ഒരു പോലെ. ഹായ്, അപ്പം ഇന്ന് ചട്ടിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ വരവ്. അപ്പോൾ ഇന്ന് നബിയപ്പോൾ വലയിളക്കാൻ പോയപ്പോൾ കിട്ടിയ മീനുകളാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലെടുത്തിട്ടുണ്ടായിരുന്നു, ശോകാവസ്ഥയായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആകെ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കറി നടക്കുമല്ലോ. അപ്പോൾ ഇതാ മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കൂരി ഏട്ടാന്നൊക്കെ പറയും. നമ്മളിങ്ങോട്ട് ഏട്ടാന്നാണ് കേട്ടോ പറയുക, കണ്ണൂർ ഇങ്ങോട്ട് ഏട്ടാന്നാണ് പറയുക. ഇതാ കാണുന്നുണ്ടെന്നറിയില്ല, ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറൊന്നല്ല, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വലിയൊരു ഇൻഫർമേഷനാണ് അതൊന്നല്ല കേട്ടോ, ചെറിയൊരു സംഭവമാണ്. ഞാൻ ഇടക്കിടക്ക് ചെയ്യുന്നൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മീൻ. അപ്പോൾ ഇതിനെ സംഭവം കൂരി ഏട്ടാന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ ഏട്ടനെ വെളുപ്പിച്ചെടുക്കലെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് കേട്ടോ. അപ്പോൾ വെളുപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ എന്താ, ഇപ്പുറം നമ്മളെ വേറൊരു മീൻ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെയുള്ള നമുക്ക് അപ്പോൾ എൻ്റെ അമ്മേൻ്റെയൊക്കെ ഒരു സമയത്തെന്ന് വെച്ചാൽ അമ്മക്ക് ഇതിനെ കിട്ടിയാൽ പിന്നെ അമ്മേൻ്റെ കാര്യം ഒരു ദിവസത്തെ കാര്യം പോക്കാട്ടോ. കാരണം വെച്ചാൽ ഇതിങ്ങനെ കല്ലുമ്മിട്ട് വെളുപ്പിച്ച് ഒരച്ചൊന്നും പറയണ്ട, ഒരു ദിവസം പോക്ക. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ എളുപ്പമൊരു പരിപാടിയുണ്ട്. ഇങ്ങനത്തെ മീനും കൂടി കിട്ടിയാൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, മാന്ത. ഇങ്ങനത്തെ ഈ മീൻ കിട്ടണ സമയത്താണ് കേട്ടോ വിളിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ വിളിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇത് കിട്ടണ സമയത്ത് ഈ ഏട്ടയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇതും ഇട്ടിട്ട് ഉരച്ചിട്ട് ഇതിനെ വെളുപ്പിച്ചെടുക്കട്ടെ. ഇതിന് നല്ല അരമാണ്, ഇവിടെയൊക്കെ നല്ല അരമുള്ള സാധനമാണ്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല വെളുപ്പിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ മുള്ളൊക്കെ കളയുമല്ലോ. അപ്പോൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാനത് കൊണ്ടുവരാം കേട്ടോ. ഇത് ഈ ചുണ്ടും ഒക്കെ അരിഞ്ഞ് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുന്ന സ്ഥലം എന്താ ഇവിടെ കേട്ടോ, നമ്മൾ മതിലിൻ്റെ ചേർന്നിട്ടാണ്. ഇപ്പുറമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളമാണ് കേട്ടോ, ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ അങ്ങോട്ടേക്കാണ്. ഞാൻ മുള്ളൊക്കെ മുറിച്ച് ഇതാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. ഇത് നല്ല ജീവനുള്ള സാധനം കേട്ടോ. കേട്ടോ ചത്തിയിട്ടില്ല കേട്ടോ, പാവത്തിനെ ഞാൻ കൊല്ലാക്കൊല ചെയ്യാൻ പോവാണ്, എന്ത് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിനെ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഉരച്ചെടുക്കും കേട്ടോ. കേട്ടോ ഇങ്ങനെ കാണിച്ചാൽ തന്നെ ഇതിങ്ങനെ ഉരഞ്ഞ് നല്ല പോയിട്ട് വരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കും കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ ഈ കറുപ്പ് സാധനമൊക്കെ പോയി കിട്ടും കേട്ടോ. കേട്ടോ ഇപ്പം തന്നെ ഉണ്ട്, വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല. വേം പോകും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തിരിച്ച് കല്ലുമ്മ കിടന്ന് എന്തായാലും പാടിയിരിക്കണം, അത്രയും പണിയൊന്നുമില്ല കേട്ടോ. വേം പോയി കിട്ടും. അയ്യോ പോയിനെ തെറിച്ച്. ഒന്നാമത്തെ ഈ മീൻ മാന്തക്ക് ജീവനുള്ളതുകൊണ്ട് ചാടി കളിക്കും. അപ്പോൾ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മീൻ കിട്ടുന്ന സമയത്തേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ പറ്റില്ല. എന്തായാലും കല്ലുമിട്ട് അരക്കണേലും നമുക്ക് അത്രയും റിസ്ക് ഒന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ മീനും രണ്ട് മീനും കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ടാറ്റാ.